ഇപ്പോ സമയം 11:06 അല്പസമയത്തിനകം നിയുക്ത മുഖ്യമന്ത്രിയുടെ വാഹനം ഈ ഗേറ്റ് കടന്ന കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിച്ചേരും. അമൽ തേനമ്പറമ്പിൽ എൻ്റെ കൂടെയുണ്ട്. അമൽ, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇനിയുള്ള ടാസ്ക് മന്ത്രിമാരുടെ അന്തിമ പട്ടിക തയ്യാറാക്കൽ എന്നുള്ളതാണ്. ഇപ്പൊ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് ലീഗുമായും കേരള കോൺഗ്രസുമായും ചർച്ചകൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ ആ തർക്കപരിഹാരം ഇന്ന് തന്നെ ഉണ്ടാവും. പക്ഷേ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നോക്കൂ, കെ.സി. വേണുഗോപാൽ ക്യാമ്പിൽ കെ.സി. വേണുഗോപാലിനെ ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ സന്ദർശിച്ചിട്ടുണ്ട്. ജോസഫ് വാഴക്കനടക്കം പോയി കണ്ടിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പിൽ രമേശ് ചെന്നിത്തലയുടെ MLA മാർ രാവിലെ മുതൽ ഉണ്ട്. രമേശ് മന്ത്രിസഭയിലേക്ക് വരുന്ന കാര്യത്തിൽ തീരുമാനം അന്തിമമായിട്ടില്ല. അപ്പോൾ കെ.സി. ക്യാമ്പിലും രമേശ് ക്യാമ്പിലുമുള്ള പ്രമുഖരെ മന്ത്രിയാക്കാതെ സ്വന്തമായി ഒരു ക്യാബിനറ്റ് തെരഞ്ഞെടുക്കൽ നിയുക്ത മുഖ്യമന്ത്രിക്ക് സാധ്യമാവുമോ? സാധ്യമാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം 63 MLA-മാരിൽ ഏകദേശം 45-ലധികം വരുന്ന MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് കെ.സി. വേണുഗോപാൽ പറയുന്നുണ്ട്. അപ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി എത്തി. അതിനും അപ്പുറത്തേക്ക് ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഇതിപ്പോൾ മുഖ്യമന്ത്രി മാത്രം വിചാരിച്ച് ഒരു നല്ല മന്ത്രിസഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു മന്ത്രിസഭ ഉണ്ടാകും. എന്താ സണ്ണി ജോസഫ് നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നല്ലോ, സ്മൂത്തായി കാര്യങ്ങൾ എന്നുള്ളതാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. അങ്ങനെ സ്മൂത്തായി പോകുന്നു എന്ന് പറയുമ്പോഴും സണ്ണി വക്കീലിന് ഏത് വകുപ്പ് കൊടുക്കും? ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൊടുക്കണ്ടേ? കെ മുരളീധരന് പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൊടുക്കണ്ടേ? രമേശ് ചെന്നിത്തല ഉണ്ടെങ്കിൽ ആഭ്യന്തരം, ഇതിൽ ധനവകുപ്പ് ആർക്ക് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ വി.ഡി. സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ധനകാര്യ മാനേജ്മെന്റിൽ താല്പര്യമുണ്ട്. മുമ്പൊരിക്കൽ തോമസ് ഐസക് ഒരു ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിന്റെ കൗണ്ടർ ബജറ്റ് മാതൃഭൂമി ന്യൂസിലൂടെ വി.ഡി. സതീശൻ അവതരിപ്പിച്ചത് സതീശന്റെ ബജറ്റ് എന്നുള്ള ബജറ്റ് അവതരിപ്പിച്ചത് ഓർമ്മയുണ്ടോ? അപ്പോൾ സാധാരണ നിലയ്ക്ക് ആഭ്യന്തരം മുഖ്യമന്ത്രിമാർ ഹോൾഡ് ചെയ്യുന്ന പതിവ് വിട്ട് ധനം മുഖ്യമന്ത്രി ഹോൾഡ് ചെയ്താലോ? നല്ലൊരു തീരുമാനമായിരിക്കും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ധനവകുപ്പിന്റെ ചുമതല എന്ന് പറയുന്നത് ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പിനേക്കാളും തലവേദനയായി മാറാനുള്ള സാധ്യതയാണ്. കാരണം ഖജനാവിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു സതീശൻ വന്ന ഉടൻ തന്നെ. അതുകൊണ്ടാണ് ഈ വണ്ടിയുടെ കാര്യത്തിൽ പഴയ വണ്ടി മതി, അല്ലെങ്കിൽ ഈ മന്ത്രിമന്ദിരങ്ങളുടെയും അതോടൊപ്പം തന്നെ ക്ലിഫ് ഹൗസിന്റെയും ഒന്നും മോടി പിടിപ്പിക്കൽ അധികം വേണ്ട എന്നുള്ളതൊക്കെ തീരുമാനിച്ചതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. അഭിലാഷ്, അത് പറഞ്ഞുകൊണ്ടൊരു കാര്യം കൂടി പറയാം. നമ്മൾ നിൽക്കുന്ന ഈ കണ്ടോൺമെന്റ് ഹൗസ് ഉണ്ടല്ലോ, മറ്റേതെങ്കിലും സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവിനും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മാറേണ്ട കാലം കഴിഞ്ഞു. ഇവരൊക്കെ വലിയ ആഡംബര സംവിധാനം വേണമെന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ ഇവിടുത്തെ അവസ്ഥയൊക്കെ കഷ്ടമാണ്. ഇത് താഴേക്ക് ഇറങ്ങിയാൽ പാമ്പും പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ നിരന്തരം. ഇവിടുത്തെ ജീവനക്കാരൊക്കെ നമ്മളോട് പറയുന്ന കാര്യമാണ്. മാത്രമല്ല മരപ്പെട്ടിയുടെ ശല്യമൊക്കെ വലിയ പ്രശ്നം ഇവിടെ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. ഇതൊക്കെ മറ്റെന്തെങ്കിലും ഒരു ഓഫീസ് സംവിധാനം അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് പുരാവസ്തു വകുപ്പിനൊക്കെ വിട്ടുകൊടുക്കേണ്ട സമയം. അല്ല, ഇത് പക്ഷേ ഇപ്പോൾ ഏതെങ്കിലും മന്ദിരത്തിൽ റിപ്പയർ നടന്നാൽ മന്ദിരം മോടി പിടിപ്പിക്കാനുള്ള ചെലവ് എന്ന പേരിൽ വലിയ നിയമസഭാ ചോദ്യോത്തരമായി വരും. മന്ദിരം മോടി പിടിപ്പിക്കാൻ എത്ര ചെലവഴിച്ചു എന്നുള്ളത് അതിൽ പൊതു ചർച്ചയാകും. ഇപ്പോൾ തുടക്കത്തിൽ അത് നെഗറ്റീവ് ആവും. അതുകൊണ്ട് മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കലോ പുതിയ വാഹനങ്ങളോ ഇപ്പൊ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ നടക്കില്ല. ഇപ്പോൾ അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തുടക്കത്തിൽ ഏറ്റവും അധികം വിമർശനം കേൾക്കാൻ പോകുന്ന അതിൽ തെറ്റി. പുതിയൊരു വണ്ടി വാങ്ങിയാൽ പോലും ഒരുപക്ഷെ നല്ല വിമർശനം കേൾക്കും. ഇത്രയും കാലം ഉണ്ടായിരുന്ന വണ്ടി ഉപയോഗിച്ചാൽ പോരായിരുന്നോ എന്നുള്ള ചോദ്യം വരും. അപ്പോൾ വി.ഡി. സതീശൻ അതൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ട്. കൃത്യമായ ധാരണയും അത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ട്. മാത്രമല്ല ഇത്തരം വിഷയങ്ങളിലെല്ലാം വിമർശനം ഉന്നയിച്ചിട്ടുള്ള വി.ഡി. സതീശൻ. അപ്പോൾ മുഖ്യമന്ത്രിയായെത്തുമ്പോൾ പെട്ടെന്ന് ആ നിലപാടൊന്നും അങ്ങനെ മാറ്റാൻ കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ചോദ്യം ചോദിച്ചു. മാധ്യമപ്രവർത്തകർക്ക് സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രവേശനം വിലക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അത് രാവണം കോട്ട പോലെ വെച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് നമുക്ക് അതിൽ അകത്തേക്ക് കയറാനേ കഴിയില്ല. കയറാൻ പോയിട്ടുണ്ടെങ്കിൽ പോലീസ് തടയും. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ആ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ആളാണ്, അവിടേക്ക് പ്രവേശനം വേണമെന്നുള്ളതാണ് എൻ്റെ നിലപാട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൂടിയാലോചിച്ച് ആ വിഷയങ്ങൾക്ക് ഇളവ് വരുത്തും എന്ന് പറയുന്നു. അപ്പോൾ വി.ഡി. സതീശൻ മുൻപ് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ മാറ്റം വരുത്താൻ കഴിയില്ല. അപ്പോൾ അതിലേക്ക് തീരുമാനം വരുന്ന അധികം ദിവസം വൈകാതെ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഘടകകക്ഷി നേതാക്കളൊക്കെ ഓരോരുത്തരായി ഇവിടേക്ക് എത്തുന്നു. അനൂപ് ജേക്കബ് എത്തി. ഘടകകക്ഷികളുമായിട്ടുള്ള പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ അധികം ഇതില്ലാതെ തീരും. അനന്തൻ നേരെ പറഞ്ഞു വെച്ച ഒരു വിഷയമുണ്ട്. ഈ എം.കെ. മുനീറിന്റെ ഒരു കാര്യം. എം.കെ. മുനീറിനെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ലീഗിന്റെ ഒരു നിലപാട്. ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനാവാം. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ എന്നുള്ള നിലയിലേക്ക് മുനീറിനെ പ്ലേസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും നിൽക്കുന്നു. പക്ഷേ അത് വെച്ച് ഈ 5ാം മന്ത്രിയെ ഒഴിവാക്കാൻ കഴിയുമോ എന്നൊരു പ്രശ്നമുണ്ട്. ഈ മുസ്ലിം ലീഗ് ഇത്തവണ നേടിയിട്ടുള്ളത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയമാണെന്നുള്ളത് മാത്രമല്ല, ഇത്തവണത്തെ UDF വിജയത്തിലെ പ്രധാനപ്പെട്ട പങ്ക്, ഇപ്പോൾ UDFന് ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത പയ്യന്നൂരും തളിപ്പുറമും തൃക്കരിപ്പൂരും അടക്കം ജയിച്ചു വന്നത്, പേരാമ്പ്ര പോലെയുള്ള മണ്ഡലങ്ങൾ ജയിച്ചു വന്നത്, കൊയിലാണ്ടി നാദാപുരം പോലെയുള്ള മണ്ഡലങ്ങൾ ജയിച്ചു വന്നത്, മലപ്പുറത്തെ ക്ലീൻ സ്വീപ്പ്, ഇതൊക്കെ ലീഗിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ലീഗ് 5 മന്ത്രിമാരെ ചോദിച്ചാൽ, നിലവിൽ 5 മന്ത്രിമാരുള്ള ലീഗിന് നിങ്ങളുടെ ഒരു മന്ത്രിസ്ഥാനം ഇങ്ങോട്ട് തന്നേക്ക്, പകരം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം തരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നീട് എങ്ങനെ ഇത് സെറ്റിൽ ചെയ്യും എന്നുള്ളതാണ് ലീഗിന്റെ ചർച്ച. ഇതാ ഇപ്പോൾ നമുക്ക് നിയുക്ത മുഖ്യമന്ത്രി കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ കാണാം.
നിയുക്ത മുഖ്യമന്ത്രി എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ്. നിയുക്ത മുഖ്യമന്ത്രി ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കോൺവോയ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം നിയുക്ത മുഖ്യമന്ത്രി കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നിയുക്ത മുഖ്യമന്ത്രിയുടെ വരവിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. രണ്ട് പോലീസ് വണ്ടി മാത്രമേ ഒപ്പമുള്ളൂ. നേരത്തെ പറഞ്ഞ വാഹന വ്യൂഹം എന്ന് പറയുന്ന പരിപാടിയില്ല. ഒരു പൈലറ്റ് വണ്ടി മുന്നിലും പിന്നിലും ഒരു പോലീസ് വണ്ടി, നടുക്ക് മുഖ്യമന്ത്രിയുടെ വണ്ടി, ഇങ്ങനെ 3 വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ അത് എത്ര കാലം തുടർന്നുകൊണ്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. നിയുക്ത മുഖ്യമന്ത്രി എന്തായാലും വന്നിറങ്ങിയിട്ടുണ്ട്. മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്ന് അറിയില്ല. ഇല്ല, മാധ്യമങ്ങളോടുള്ള പ്രതികരണമില്ല. അകത്തേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ഈ ചർച്ചകളൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും ഒരുപക്ഷെ ഒരു പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ പോവുക. ലീഗിന്റെ എംഎൽഎമാരടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ തിടുക്കത്തിലുള്ള ചർച്ചകൾ അങ്ങ് തുടങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും തിടുക്കത്തിലുള്ള ചർച്ചകൾ തുടങ്ങും. മുഖ്യമന്ത്രി എത്തി. ഇനി മുഖ്യമന്ത്രി ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയാൽ ഉടൻ തന്നെ ഘടകകക്ഷി നേതാക്കൾ ഇതിനോടകം തന്നെ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നേതാക്കൾ എത്തും. ഒരുപാട് സമയം ചെലവഴിക്കാൻ ഇല്ല. കാരണം ഇനി മണിക്കൂറുകൾ എണ്ണി കഴിയേണ്ടതാണ്. കാരണം മറ്റന്നാൾ സത്യപ്രതിജ്ഞയാണ്. നാളെ ലിസ്റ്റ് ഗവർണർക്ക് കൈമാറേണ്ടതാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ പട്ടിക കൈമാറേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് സമയമെടുത്ത് ചർച്ച, ഡൽഹി വട്ട ചർച്ചകൾ പോലെ ഒരുപാട് നീണ്ട ചർച്ചകളൊന്നുമല്ല. ഇനി ചർച്ച സമയബന്ധിതമായിരിക്കും. ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച, അതിനുശേഷം കോൺഗ്രസിലെ മന്ത്രിമാരെ തീരുമാനിക്കാനുള്ള ചർച്ച. പക്ഷേ ഒറ്റ കാര്യം കൂടി, അതായത് നമ്മൾ ഈ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ ആളുകൾക്ക് ഇതൊക്കെ വലിയ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം മുൻ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം എന്നൊക്കെ പറയുന്നത് അത് കടന്നു പോകുമ്പോൾ ഒരു 15 മിനിറ്റ് ബ്ലോക്കാണ് എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ ആളുകൾ അന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാമെന്ന് വി.ഡി. സതീശൻ ഇന്നലെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്നിപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ ഒരു പോലീസ് വണ്ടി മുന്നിലും ഒരു പോലീസ് വണ്ടി പിന്നിലും, നടുക്ക് മുഖ്യമന്ത്രിയുടെ വണ്ടിയും, അത് പ്രായോഗികമായി എത്ര നാൾ കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു പ്രശ്നം. പോലീസ് അക്കാര്യത്തിൽ എതിരഭിപ്രായം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. എസ്കോർട്ട് തന്നെ വേണ്ട എന്ന് സതീശൻ പറഞ്ഞിരുന്നു. പക്ഷെ അത് സാധ്യമാവുന്ന കാര്യമല്ല. ആർ അനന്തകൃഷ്ണൻ കൂടിയുണ്ട്. അനന്തൻ, ഈ കന്റോൺമെന്റ് ഹൗസിലേക്ക് നിയുക്ത മുഖ്യമന്ത്രി എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയിരിക്കുകയാണ്. ഇനി നമുക്ക് ചർച്ചകളുടെ സമയക്രമമാണ് അറിയാനുള്ളത്. പെട്ടെന്ന് ചർച്ചകൾ നടത്തണം. കാരണം മന്ത്രിമാരുടെ പട്ടിക ഇന്ന് തന്നെ പൂർത്തിയാക്കേണ്ടതാണ്. ആരൊക്കെ ഇനി കന്റോൺമെന്റ് ഹൗസിലേക്ക്? അഭിലാഷ്, നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ഘടകകക്ഷി നേതാക്കളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയാണ്. ഏതാണ്ട് അനൗപചാരിക ചർച്ചകൾ ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശ ധാരണ എല്ലാവരുമായിട്ടും വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്മൂത്തായിട്ട് ചർച്ചകൾ പുരോഗമിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഏതെങ്കിലും ടൈം ടേബിൾ ഇതിന് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നേരത്തെ തന്നെ ഓരോ സമയത്ത് ഓരോ നേതാക്കൾ എന്നത് അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ അനൂപ് ജേക്കബ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ചർച്ചയായിരിക്കും ആദ്യം നടക്കുക. ഉഭയകക്ഷി ചർച്ച നടന്നു കഴിഞ്ഞാൽ അടുത്ത കക്ഷിയുടെ നേതാക്കളെ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് വിവരം അറിയിക്കും. അപ്പോൾ അവർ അപ്പോഴേക്കും ഇവിടേക്ക് എത്തും. എല്ലാവരും സമീപ സ്ഥലത്ത് തന്നെ ഉണ്ട്. തിരുവനന്തപുരത്ത് തന്നെ എല്ലാ കക്ഷി നേതാക്കളും ഉണ്ട്. അപ്പോൾ അവർ ഓരോരുത്തരായി ഈ ഓരോരുത്തരുടെ ചർച്ച കഴിയുന്ന മുറയ്ക്ക് കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിക്ക് മറ്റ് ഏതെങ്കിലും സന്ദർശന പരിപാടികളൊന്നുമില്ല. ഈ ചർച്ചയിലേക്ക് കടക്കുകയാണ്. അത് എത്രയും വേഗം തന്നെ കടക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. അനൂപ് ജേക്കബുമായിട്ടായിരിക്കും ആദ്യം ചർച്ച. നമുക്കറിയാം, അനൂപ് ജേക്കബിന്റെ ഭാഗത്ത് അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം എന്തായാലും ലഭിക്കും. പക്ഷേ അതിൽ വകുപ്പ് സംബന്ധിച്ചുള്ളൊരു ചർച്ചയായിരിക്കും നടക്കുക. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് അവർക്ക് ഒരു വകുപ്പ് സംബന്ധിച്ചൊരു കടുംപിടുത്തം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ചർച്ച വളരെ സ്മൂത്തായിട്ട് അങ്ങ് പോകും. അതൊരു തീരുമാനത്തിലേക്ക് എത്തും പെട്ടെന്ന് തന്നെ. അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അനൂപ് ജേക്കബ് കൈകാര്യം ചെയ്തിരുന്നത്. ഏതാണ്ട് ആ വകുപ്പ് തന്നെ ഇത്തവണ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മുമ്പ് ടി.എം. ജേക്കബ് വാട്ടർ റിസോഴ്സസ് ഒക്കെ കൈകാര്യം ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ കൈകാര്യം ചെയ്ത അതേ വകുപ്പ് തന്നെ ആയിരിക്കും അനൂപിന് താല്പര്യം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഏത് വകുപ്പാണ്. പക്ഷേ ഇപ്പോൾ വകുപ്പൊന്നും ഞങ്ങൾ മനസ്സിലൊന്നും കണ്ടിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, അവർക്ക് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമാണ്. പക്ഷേ അത് ഒരു പക്ഷേ ഈ വകുപ്പ് സംബന്ധിച്ച നീക്കുപോക്കുകൾ, നമുക്കറിയാം പ്രധാനപ്പെട്ട വകുപ്പുകൾക്ക് വേണ്ടി ക്ലെയിമുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വകുപ്പുകൾ മാറാനുള്ള സാധ്യത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരോട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പ്രത്യേക ക്ലെയിം അവർ ഉന്നയിക്കാൻ, ഒരു പിടിവാശി ഉന്നയിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വകുപ്പ് സംബന്ധിച്ച ഒരു മുഖ്യമന്ത്രിയുടെ മനസ്സിലൊരു തീരുമാനമുണ്ടാകും. അപ്പോൾ അതുമായി ഒത്തുപോകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ആ ഉഭയകക്ഷി ചർച്ച വേഗത്തിൽ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആർ എസ് പിയുടെ യോഗം ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവരുടെ നേതാക്കളാകും വരാനുള്ള സാധ്യത. ഒരു പക്ഷേ കൂടുതൽ ചർച്ചകൾ വേണ്ടുന്നത് ജോസഫ് ഗ്രൂപ്പുമായിട്ടും മുസ്ലിം ലീഗുമായിട്ടുമാണ്. അതൊരു പക്ഷേ കുറച്ച് വൈകിയായിരിക്കും. പ്രധാനപ്പെട്ട ഈ ഘടകകക്ഷികളായതുകൊണ്ട് അവർക്ക് കൂടുതൽ MLA-മാരുള്ളത് കൊണ്ടും അപ്പോൾ അവരുമായിട്ടുള്ള ചർച്ച ഒരു പക്ഷേ മറ്റുള്ളവരുടെ എല്ലാം ഒറ്റ MLA-മാരൊക്കെ ഉള്ള കക്ഷികളുമായി നടത്തിയ ശേഷമായിരിക്കും ഉണ്ടാവുക എന്നാണ്. ഏതായാലും അങ്ങനെ ഒരു സമയക്രമം തീരുമാനിച്ചിട്ടില്ല. അത് നമ്മൾ CM-ന്റെ ഓഫീസിൽ ബന്ധപ്പെടുമ്പോൾ അവർ
പറയുന്നത് അടുത്ത മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് അടുത്ത നേതാവിനെ വിളിക്കുക അല്ലെങ്കിൽ കക്ഷി നേതാക്കളെ വിളിക്കുക എന്നുള്ളതാണ്. അവരടുത്ത് തന്നെ ഉണ്ടല്ലോ, പെട്ടെന്ന് എത്താവുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ അതാണ് ചർച്ചകളുടെ ഒരു രീതി, അല്ലാതെ നേരത്തെ സമയക്രമം നിശ്ചയിച്ചിട്ടില്ല. അതിനിടയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ എങ്ങോട്ടെങ്കിലും സന്ദർശനത്തിനായി പോകാനുള്ള സാധ്യതയും കുറവാണ്. അഭിലാഷ്.